എല്ലാവർക്കും നമസ്കാരം. കൺസേൺ ടു കൺവിക്ഷൻ്റെ ഡേ 5. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറയേണ്ടായി ആർട്ട്, ആർട്ടിസ്റ്റ്, ഓഡിയൻസ്. ആർട്ടിനെ ഇഷ്ടത്തോടെ ഉള്ളിലേക്ക് എടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, അത് കാണുന്ന ഓഡിയൻസ്. നമ്മൾ ഓഡിയൻസ് ആയിട്ടിരുന്നാൽ മതിയോ? നമുക്കൊരു ആർട്ടിസ്റ്റ് ആവണ്ടേ? നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ, നമ്മുടെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് റീഡ്, റൈറ്റ്, ലിസൺ, സ്പീക്ക് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 4 സ്റ്റെപ്പ്, ടു ഫൈൻഡ്, ടു ഒബ്സർവ്, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു റീഅറേഞ്ച് അവർ സെൽഫ് എന്നുള്ള 4 സ്റ്റെപ്പ് സ്ട്രാറ്റജി ഈ 90 ദിവസം കൊണ്ട് നമ്മളെ റീഅറേഞ്ച് ചെയ്ത് റിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിശ്രമം വിജയത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് മൈ റിയാലിറ്റി എന്നുള്ളതാണ്. വി നീഡ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. റിയാലിറ്റി ഈസ് ഈക്വൽ ടു അവർ ലോജിക് പ്ലസ് അവർ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. പ്രചോദനം തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കും ഫെയ്ത്തും കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 മിനിറ്റ് ഇൻസൈറ്റ് നിങ്ങളിലേക്ക് എല്ലാ ദിവസവും എത്തിക്കുമ്പോൾ, പ്രചോദന എന്ന് പറയുന്ന, ഞങ്ങൾ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ഇവൻറ്റ് മാത്രമാണ്. ആ ഇവൻറ്റിനോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് ഔട്ട്കം കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്, നമ്മൾ ഔട്ട്കം ഓറിയൻറ്റഡ് അല്ലാതെ നമ്മുടെ അറ്റൻഷൻ സ്മോളർ ഡീറ്റെയിൽസിൽ കൊടുത്ത് പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ഇൻറ്റൻഷനിലാണോ ആ ഒരു റെസ്പോൺസ് നമ്മൾ ചെയ്യുന്നത്, അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുന്നതായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ബി എ ട്രൂ ആർട്ടിസ്റ്റ്. ഇഷ്ടത്തോടെ, കഷ്ടപ്പെട്ട്, ഇൻറ്റഗ്രിറ്റിയോടുകൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം, പഠിക്കാനാണെങ്കിൽ പഠിക്കുക, എന്തൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണെങ്കിലും, എന്ത് ചെറിയ കാര്യം നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്മളത് കൃത്യതയോടെ, ശ്രദ്ധാപൂർവ്വം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ എന്താവണം? നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം. സോ ആർട്ട് ഓഫ് ലേണിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ആക്റ്റീവ് ലേണറാണോ, ഒരു പാസീവ് ലേണറാണോ? ലേണിംഗ് പല ഘട്ടത്തിലുണ്ട്. ഒരാൾ വായിച്ച് കേൾക്കുന്നു, ഒരാൾ ലെക്ചർ പോലെ ക്ലാസ് എടുക്കുന്നു. നമ്മൾ ആ ഒരു വിഷയം ഒരു ഓഡിയോ വിഷ്വൽ മോഡിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അല്ല, ഒരാൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നു. അല്ലെങ്കിൽ ആ വിഷയം നമ്മൾ ചുറ്റുമിരുന്ന് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നു. നമ്മളത് ലൈഫിലേക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നു. ആൻഡ് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കുന്നു. ആ ലേണിങ്ങിൻ്റെ പിരമിഡ് എപ്പോഴാണ് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആവുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ 90 ഡേയ്സിൽ നമ്മൾ വായിക്കുക, എഴുതുക, കേൾക്കുക, പറയുക എന്ന് പറയുന്ന ഈ 4 സ്റ്റെപ്പ് നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എത്താൻ ശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. നിരന്തരമുള്ള പരിശ്രമമാണ് നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ റീഡ്, റൈറ്റ്, ലിസൺ, സ്പീക്ക്, നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെടണം. സോ we need to be an active learner. Choice is ours. We need to choose wisely. So let's together read, write, listen, speak, so that we can find ourselves, we can observe ourselves, we can understand what is my reality. ഞാൻ ലോജിക്കലി ആണോ, ഫേക്ക്ഫുൾ ആണോ എന്നുള്ളതെല്ലാം നമുക്കൊരു ആത്മപരിശോധന നടത്തി we can rearrange ourselves and know how to check our reality. എന്നുള്ളത് we will discuss tomorrow. Thank you.